ഹായ്, ഇന്ന് ബേബീസിലൊരു ഹെൽത്തി ആയിട്ടുള്ള ഡിഷായിട്ടാണ് വന്നിട്ടുള്ളത്. ഹെൽത്തി പാലക് ചിക്കൻ കറി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. നല്ല ടേസ്റ്റിയാണ്, ഹെൽത്തി ആയിട്ടുള്ളതാണ്. ആദ്യം തന്നെ ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായതിന് ശേഷം ഓയിൽ ഒഴിച്ച് കൊടുക്കാം. കോക്കനട്ട് ഓയിലോ അല്ലെങ്കിൽ വെജിറ്റബിൾ ഓയിലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. പച്ചമുളക് നന്നായി വഴന്നു വന്നതിന് ശേഷം നീളത്തിൽ അരിഞ്ഞു വെച്ച സവാള ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നാൽ പെട്ടെന്ന് തന്നെ സവാള വഴന്നു കിട്ടും. ഇപ്പോൾ ഒരു ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് സവാള. അതിനുശേഷം കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. എന്നിട്ട് മൂടി വെച്ച് വേവിക്കാൻ. വെള്ളം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, കാരണം ചിക്കനിലുള്ള വെള്ളം തന്നെ ഉണ്ടാവുന്നതാണ്. ഇടയ്ക്കിടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കണം, അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ള ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. മസാലപ്പൊടികൾ ഓരോന്നായി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, അല്പം കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കിയതിന് ശേഷം ഗരം മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായി ഇളക്കി മൂടി വെച്ച് വേവിക്കാം. ഏകദേശം ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ അരിഞ്ഞു വെച്ചിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കുക. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുത്ത് മൂടി വെച്ച് വേവിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം, തക്കാളി എല്ലാം നന്നായി വെന്ത് ഉടഞ്ഞിട്ടുണ്ട്. വേറെ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചിക്കനിൽ നല്ലോണം എല്ലാം മസാലയൊക്കെ പിടിച്ച് നല്ല പാകമായിട്ടുണ്ട്. ഇനി നമുക്ക് പാലക് ചീര ചേർത്ത് കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. നീളത്തിൽ ചെറുതാക്കി അരിഞ്ഞു വെച്ച പാലക് ചീര ചേർത്ത് കൊടുക്കാം. ഈ പാലക് ചീര പെട്ടെന്ന് വേവുന്ന സാധനമാണ്, അതുകൊണ്ട് അധികം സമയമെടുക്കില്ല വെന്ത് കിട്ടാൻ. പാലക് ചീര ചേർത്ത് കൊടുത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മൂടി വെക്കാണ്ട് തന്നെ തുറന്നു വെച്ച് വേവിക്കാം. നമുക്ക് പാലക് ചീര എല്ലാം നന്നായി വെന്തതിന് ശേഷം ഇനി നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കണം. അതിനു മുമ്പായി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഏകദേശം വെള്ളം വറ്റി തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ലോണം വെള്ളം വറ്റിച്ചെടുക്കാം, അല്ലെങ്കിൽ ഒരു പാകത്തിന് ഗ്രേവിയോടുകൂടി കറി യൂസ് ചെയ്യാവുന്നതാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഡിഷാണ്. ഇപ്പോൾ കുട്ടികൾക്കെല്ലാം ലീഫി വെജിറ്റബിൾ കഴിക്കാൻ മടിയുണ്ടെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. നല്ലതാണ്, ഹെൽത്തിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്.